നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എത്ര വലിയ mAh ബാറ്ററി വാങ്ങിയാലും നമ്മുടെ ചാർജ് ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 6 മാസം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ അധികം ആളുകൾ പ്രയാസപ്പെടുന്ന ഒന്നാണ് മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി നിൽക്കുന്നില്ല, മൊബൈൽ ഫോൺ ചാർജിലിട്ട് കഴിഞ്ഞാൽ ചാർജ് പെട്ടെന്ന് കയറുന്നില്ല എന്നുള്ളതൊക്കെ പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ തീർച്ചയായിട്ടും സെറ്റ് ചെയ്ത് വെക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ബാറ്ററി എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാത്ത ആളുകൾ അവരുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ബാറ്ററി ഭാഗത്തേക്ക് പോവുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കംപ്ലയിൻറ്റ് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിനെ ചാർജിലിടുമ്പോൾ ശ്രദ്ധിക്കാത്ത കാരണങ്ങളാണ്. നമ്മൾ കിട്ടുന്ന കേബിൾ ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യും. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിന് ഏറ്റവും യോജിച്ച ഒരു കേബിൾ നമ്മുടെ മൊബൈൽ കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. പല ആളുകളും കിട്ടുന്ന ചാർജറിലൊക്കെ കണക്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജിങ് കണക്ഷൻ പ്രോബ്ലം വരികയും അത് നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുത്താൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചാർജ് കേബിൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒറിജിനൽ കേബിൾ തന്നെ ഉപയോഗിച്ച്, അതായത് മൊബൈൽ കമ്പനി നൽകിയിരിക്കുന്ന ചാർജർ കേബിൾ തന്നെ ഉപയോഗിച്ച് നിങ്ങൾ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി 80% മുകളിൽ ചാർജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അധികം ആളുകളും 100% പൂർത്തിയായി കഴിഞ്ഞാലും അത് അവിടെ കിടക്കും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ മാത്രം അങ്ങ് ഊരിയെടുക്കും. എന്നാൽ ഇത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് ലീക്ക് വരാനും കംപ്ലയിൻറ്റ് വരാനും കാരണമാവും. കാരണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയിൽ ചാർജ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് ബാറ്ററി താഴ്ന്നു പോവുകയും അതേ സമയത്തിന് അതിങ്ങനെ റീചാർജ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരേ സമയം തന്നെ അത് യൂസിങ്ങും അതുപോലെ തന്നെ റീചാർജിങ് നടക്കുമ്പോൾ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ലീക്ക് വരും, ചാർജ് നിൽക്കില്ല, അത്തരത്തിലുള്ള ഒരുപാട് കംപ്ലയിൻറ്റുകൾ വരും. അതുകൊണ്ട് 80% പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജർ ഡിസ്കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് നമ്മുടെ മൊബൈൽ ഫോണുണ്ട്. ആ ഒരു സെറ്റിങ്സാണ് ഇതിനകത്തുള്ളത്. ഇവിടെ വന്നാൽ നമുക്ക് ഈ ചാർജ് ലിമിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാം ചാർജിങ് ലിമിറ്റ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കുക. ചാർജിങ് ലിമിറ്റ് എന്നുള്ള ഈ സെറ്റിങ്സ് നിങ്ങൾ ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പ്രശ്നം, ബാറ്ററി ലെവൽ റീചാർജ് ചെയ്യുന്ന സമയത്ത് 80% ആകുമ്പം നിങ്ങൾക്ക് അത് സ്ലോ ആയി സ്റ്റോപ്പ് ആകുകയും ചെയ്യും. 80% മുകളിൽ ചാർജ് കയറില്ല. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റോപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി ആ ചാർജിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മുകളിൽ സ്മാർട്ട് ചാർജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാർജ് നിങ്ങൾക്ക് കണക്ഷൻ ഓഫ് ആകുന്നതിന് വേണ്ടിയുള്ള സെറ്റിങ്സ് ആണ്. ഈ 2 സെറ്റിങ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊബൈൽ ഫോണിൻ്റെ ചാർജ് തീർന്നു പോകുമ്പോൾ 20% താഴെ നമ്മുടെ ചാർജ് തീരാതിരിക്കാൻ ശ്രദ്ധിക്കുക. 20% ആകുമ്പോൾ തന്നെ നിങ്ങൾ വീണ്ടും ചാർജിലോട്ടിടുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒരിക്കലും ചാർജ് തീർന്ന് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുക. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയെ ബാധിക്കും. അപ്പോൾ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സെറ്റിങ്സും ഈ കാര്യങ്ങളും നിങ്ങൾ ഓർത്തു വെക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. മാത്രമല്ല പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.